ഏറ്റിട്ടെ ഏറ്റിടാൻ വന്നതാണേ. പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. നിങ്ങളെ വോട്ട് ചെയ്തോ? ഞാൻ വോട്ട് ചെയ്തു കേട്ടോ. അതാ കണ്ടോ. അപ്പോൾ കുറേ ദിവസം മുമ്പ് ടൂടെക്സ് ഇട്ടതാണ്. കണ്ട അവർക്ക്. അപ്പോൾ ഇനി നമ്മൾ പോയി ഇടുകയോ വിചാരിച്ചിട്ട് തോന്നുന്നുണ്ട്. എവിടെ ഏട്ടനായിട്ട് എവിടെ ഏട്ടനേക്കാളും ഉണ്ട് എൻ്റെ. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്ത് വന്നു കേട്ടോ. അച്ചു ഇത് കുട്ടികളുടെ സൈക്കിളിൽ നമ്മുടെ അവിടെ കണ്ടോ കടലാസ് പൂവ്, അതാ കണ്ടോ, അതാ ഒരു വെള്ള കളറിലുള്ള കടലാസ് പൂവുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെടികൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ അപ്പുറത്തൊരു റോസ് കളറിലേട്ടാ, ഒരു വാടാമല്ലി കളറ്. അപ്പോൾ അത് രണ്ടും നമ്മുടെ വീടിൻ്റെ ഉമ്മർത്ത് വെക്കാന്ന് വിചാരിച്ചാണ്. പൊന്നൂനെ വിളക്ക് വെച്ചോ നീ? അമ്പോ അമ്പമ്പോ മേ മേ അപ്പോഴേ ഒരു കാര്യം മറന്നുപോയി. മുളകും മല്ലിയും ടെറസിന്റെ മുകളിൽ നിന്ന് എടുത്ത് വെക്കാൻ മറന്നുപോയി. ഉണങ്ങി പൊടിഞ്ഞിട്ടുണ്ടാവും. അമ്മോ ഉണങ്ങി മരിച്ചിട്ടുണ്ടാവും. എവിടെ മേലെ ആകാശത്തോ? എവിടെ? ആരാ പറഞ്ഞ്? പടക്കം പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാൻ പാടില്ല അത്ര കേട്ടോ. അത് കുട്ടികള് ഉള്ളടത്ത് പടക്കം പൊട്ടിക്കുന്ന വീഡിയോ എടുത്ത് കുട്ടികളെ തീയല്ലേ. അപ്പൊ വേറൊരാള് പറഞ്ഞെന്നാണ് നമ്മള് തീയല്ല, പൊട്ടുന്നല്ലേ, ബ്ലാസ്റ്റ് ചെയ്യുന്നല്ലേ. തീ വെറും തീ മാത്രല്ല, പൊട്ടിത്തെറിക്കണല്ലേ. റെഡിയായിട്ട് ട്രൗസർ കഴിഞ്ഞു പോണു. പണ്ട് അനിയേട്ടനൊക്കെ ഓർമ്മ ഉണ്ടോ? അനിയേട്ടന് എന്റെ ഏട്ടന്മാർക്കൊക്കെ അങ്ങനെയായിരുന്നു. ട്രൗസർ ഈ രണ്ട് സൈഡ് ഇങ്ങനെ കീറിയിട്ടുണ്ടാവും. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ട്രൗസർ ഇങ്ങനെയായിരുന്നു. ആ അതന്നെ ഞാൻ പറഞ്ഞതേ, മൂട് കീറിയതേ. ഏട്ടാ ഇവന് സൈക്കിള് ഇപ്പം പറയണേ, സൈക്കിള് വാങ്ങിയപ്പോഴേ ഇവന്റെ ഏട്ടനും ഇവനും പൊന്നൂസിനും അത്ര ട്രൗസറോ ട്രൗസറല്ല, സൈക്കിള് അല്ലേ കുഞ്ഞണ്ണി? അല്ലേ? അവൻ പറയണേ അവന്റെ ഏട്ടനും അവനും എന്താ പൊന്നൂസിനാണ് സൈക്കിളെന്ന്. അപ്പൊ കിച്ചോട്ടിന് ആരും ഒന്നും കൊടുക്കില്ല എന്നല്ലേ പറയുന്നത്? ഞാൻ വാങ്ങും കിച്ചോട്ടിന്റെ സൈക്കിൾ. അപ്പൊ ഈ പറയേണ്ടി വരും. എന്താ വേണ്ടേ? കിച്ചോട്ടിന്റെ സൈക്കിൾ വേണ്ടേ? കിച്ചോട്ടിന്റെ സൈക്കിൾ വേണ്ടേ? വേണ്ട. നിനക്ക് സൈക്കിൾ വേണോ? കുശുമ്പ് തീരല്ലല്ലോ കുട്ടിക്ക്. ആർക്കും സൈക്കിൾ ഉണ്ടോ? ആ സൈക്കിൾ അവന് വേണമെന്ന്. ആ സൈക്കിൾ നിനക്ക് വേണോ? കുട്ടി എടുത്തോട്ടോ. കിച്ചോട്ടിന് സൈക്കിൾ. അനക്ക് സൈക്കിൾ തന്നെ, അനക്ക് ചെറിയ സൈക്കിളെ പറ്റൂ. കിച്ചോട്ട് എന്നാ നീ ഇത് ചവിട്ടിക്കോ. എന്താണ് അന്നെക്കാളും വലിയ സൈക്കിൾ ഈ എങ്ങനെ ചവിട്ടത്? നീ നമ്മക്കില്ലേ കൈപ്പയ്ക്കൊപ്പേരി ഉണ്ട്, മുളക് വറുത്തതും ഉണ്ട്. ഇനിയിപ്പോ രണ്ടാമതൊന്നും വേണ്ടല്ലോ. നാളെ എന്താ കൂട്ടാൻ വെക്കുക? ഇന്നത്തെ കേട്ടില്ല, നാളെ ഇന്നത്തെ കേട്ട്. വെള്ളപ്പയറും. ആദ്യം നീ പടക്കം എന്തെങ്കിലും തീരുമാനാക്ക. അവൻ അതിപ്പോ കഴിയണ്ടേ പോ. കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പടക്കം പൊട്ടിക്കട്ടോ. എന്താ നമ്മളില്ലേ വിഷുവിന്റെ അടട ഇല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇല കിട്ടിയിട്ടുള്ളൂ. ഫ്ലാച്ചിന്റെ ഇല കിട്ടി. നേരത്തെ കൊണ്ടുവന്ന് വെച്ചേക്കണ എന്തിനാന്നറിയോ? ഫ്രിഡ്ജിൽ വെച്ച് ഇല്ലെങ്കിൽ ആ സമയമാകുമ്പോ ആ ഇല കിട്ടില്ല. ആൾക്കാരൊക്കെ പറിച്ചിട്ട് പോയിട്ടില്ലേ. നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാഴയിലയില് അട ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ വിഷുവിന് പ്രധാനമാണ് ഈ ഭാഗത്ത്. വിഷുക്കഞ്ഞി ഒന്നും ഉണ്ടാക്കാറില്ല. വിഷുക്കഞ്ഞിയൊക്കെ ഞങ്ങളുടെ ആ ഭാഗത്ത് പുഴുക്കും കഞ്ഞീനെ പറഞ്ഞില്ലേട്ടാ. ചിലവര് പറഞ്ഞു വിഷുക്കട്ട ഉണ്ടാക്കുന്നു. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷുക്കട്ട ഉണ്ടാക്കാൻ അത് അറിയിച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ പച്ചരി വേവിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കണതാണ് തോന്നുന്നു പറയണവര്. എന്നിട്ട് അത് മുറിച്ചിട്ട് അത് കഴിക്കാത്രേട്ടാ ചെയ്യേ. എന്താന്ന് കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ട് തന്നെ ഇല്ല വിഷുക്കട്ടാന്ന്. അപ്പൊ അത് അറിയണ കൂട്ടുകാരുണ്ടെങ്കിലേ നിങ്ങൾ ആരെങ്കിലും ചെയ്യാറ് നമുക്ക് ഉണ്ടാക്കി വെക്കാറോ? പറഞ്ഞു തന്നെ നമുക്ക് ഉണ്ടാക്കി പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്കത് ഉണ്ടാക്കി വെക്കാട്ടോ. കാരണം നമ്മൾ അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം പെസകാപ്പം പറഞ്ഞിട്ട് ഉഴുന്നൊക്കെ ഇട്ടിരുന്നത്
ഒരു ചേച്ചി പറഞ്ഞു തന്നിട്ട് നമ്മളത് ഉണ്ടാക്കിയിട്ടോ ഈ പാല് കുറുക്കുകയൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പോയപ്പോൾ അതും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടാ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വിഷുക്കട്ട എന്ന് പറയുന്ന സംഭവം പെസഹാപ്പം അതിനെ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടാക്കി. എന്നിട്ട് എന്താ ഉഴുന്നും അരിയും ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാച്ചാൽ പറഞ്ഞു തരുമുണ്ടോ? പറഞ്ഞു തന്നു കഴിഞ്ഞാലല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ. എന്താ ഓരോ നാട്ടിലും ഓരോ ഇതല്ലേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ. നമ്മുടെ ഇവിടെ വിഷു ഒന്നാന്തിക്കും അതേപോലെ തന്നെ തിരുവോണ സമയത്തും നോണൊന്നും കഴിക്കില്ല കേട്ടോ. ഫുൾ സദ്യ ആയിരിക്കും. സദ്യ മാത്രം. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് പോയി കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരത്ത് ചിക്കനായിരിക്കും. കാരണം ഉച്ചയ്ക്ക് നമ്മളിവിടെ സദ്യ കഴിച്ചിട്ടല്ലേ പോകണം. അപ്പോൾ വൈകുന്നേരത്ത് ഇതന്നെ കൊടുക്കണ്ടേന്ന് വിചാരിക്കും. ഞാൻ ഒറ്റയ്ക്ക് അനിയട്ടില്ലെങ്കിലും വെണ്ണൂറിലല്ലേ അനിയട്ടില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് പോകണമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ കോഴിമുട്ടെങ്കിലും പുഴുങ്ങിയിട്ടുള്ള ഉള്ളി തക്കാളിയും കൂടി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വീട്ടിലേക്ക് പോകണില്ലേന്ന് ചോദിച്ചിരുന്നു. അവിടെ കുറച്ചൊരു എങ്ങനെ പറയുക ഏട്ടൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു ചെറിയൊരു ഇതിലാണ്. പിന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീട്ടിൽ അനിയട്ട ഫസ്റ്റ് അടച്ചിട്ടിട്ട് എവിടേക്കും പോകാൻ പറ്റുമോ? നന്നായില്ലേ? സൂര്യ പോകണില്ലേ? എവിടേക്ക് പോകണം? അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. പെങ്ങളും വരുന്നില്ല കേട്ടോ ഇപ്രാവശ്യം. പെങ്ങൾ വരാത്ത എന്താ വെച്ചാൽ ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചെറിയ കുട്ടിയുടെ 56 അപ്പോൾ എന്താ അതിന് 28-ാം തീയതിയാണ് കേട്ടോ. ഏപ്രിൽ 28-ാം തീയതിയാണ് 56 വരുന്നത്. അപ്പോൾ ഇനി വിഷുവിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ട് അവളും വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കുറേ വർഷങ്ങളായി കഴിഞ്ഞല്ലേ നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ പോകണതൊക്കെ മറക്കും. പിന്നെ നമുക്ക് പ്രാരാബ്ധമായി ബുദ്ധിമുട്ടുകളായി. അവിടേക്ക് പോകുമ്പോൾ നമ്മൾ അതാണ് ചിന്തിക്കുക. അവിടേക്ക് പോകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മുടങ്ങും. ഇപ്പോൾ സുകന്യയും പോയി എൻ്റെ പപ്പു എൻ്റെ 2 കോഴികൾ ആരെങ്കിലും പിടിച്ചും കൊണ്ട് പോകും. പപ്പു ആണെങ്കിലോ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ കാണാതെ കഴിഞ്ഞ് വെച്ചാൽ ഇവിടെ ഒറ്റ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റില്ല. തൊള്ളട്ടിട്ട് പിന്നെ ഫോൺ വിളിയായിരിക്കും. നിങ്ങൾ എവിടേക്കാ ഒന്ന് പോയേക്കണം, ഒന്ന് വേഗം വായേ പറഞ്ഞിട്ട് ഇത് ആവോ ചാത്തപ്പനെയും കൊണ്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചാത്തപ്പനെയും കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ പപ്പുല്ലേ ഒന്നും വേണ്ട. സിനിമയ്ക്ക് പോകാൻ പറ്റില്ല. സിനിമയ്ക്ക് പോയിട്ട് തിയേറ്ററിൽ വന്നിട്ട് വിളി വന്നേക്കണം. നിങ്ങളെവിടെ പ്രസ് ചെയ്യാൻ പോയേക്കണത്? ഞങ്ങൾ സിനിമയ്ക്ക് പോയേക്കാണ്. ആ നായക്കോ എന്താണെന്നറിയോ കുരച്ചിട്ട് ഞങ്ങൾക്കും കൂടി ഒരു സമാധാനം തരുന്നില്ല. കുരയ്ക്കല്ലേ അത്ര ചെയ്യേ ആവോ അത് ഞാനൊരു സ്ഥലം പിന്നെ നമ്മൾ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ചോറൊക്കെ അങ്ങോട്ട് തൊട്ടി തെറിപ്പിച്ചിട്ടുണ്ടാവും. ചോറും ഒരു ദിവസത്തെ പണി ഞാൻ ചെയ്യണം. വന്നിട്ട് കൂടും ഒക്കെ വൃത്തികേടാക്കും കേട്ടോ. അമ്മ ഉണ്ട് പറഞ്ഞാൽ അമ്മേനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ആദ്യമൊക്കെ പിന്നെ അച്ഛനുള്ള സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും പാടെ നിൽക്കുമായിരുന്നു ഞങ്ങളൊക്കെ പോലെ. ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ അമ്മ എന്താ ഉള്ളപ്പോൾ അമ്മേനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് ഇവർ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് ചെയ്യൽ. ഇപ്രാവശ്യം പറഞ്ഞു വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ അമ്മ ഇല്ലല്ലോ. അമ്മനി വരികയായിരിക്കും വിഷുവിൻ്റെ അവിടെ നിന്ന് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വരുന്നുണ്ടാവും. ഞങ്ങളും ഇവിടെ അമ്മേനെ കാത്ത് നിൽക്കില്ലേ അല്ലേ. ഞാൻ പുതിയ വീട്ടിലത്തെ പുതിയ വിഷു സെറ്റ് സാരി കൊടുക്കണ്ടീ. ഞങ്ങളിപ്പോൾ എന്തൊക്കെ കണക്കൂട്ടി. സുകന്യ അറിയണേ വിഷു ഷൂട്ട് ചെയ്യണം പറയണേ. വേണ്ടേ ഞാൻ പറയും. അപ്പൊ വിഷു ഷൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് മേക്കപ്പ് ചെയ്ത് ഞങ്ങളുടേതായ ഷൂട്ട് കേട്ടോ. അല്ലാതെ ബ്യൂട്ടീഷ്യൻ ഒന്നല്ല, ഞങ്ങൾ തന്നെയാണ് ബ്യൂട്ടീഷ്യൻ. കാരണം എന്താണെന്നറിയോ, എൻ്റെ ഒരു ബ്യൂട്ടീഷ്യൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് ശരിയായി വരുന്നുള്ളൂ. അടുത്ത ബ്യൂട്ടീഷ്യന് കൊടുക്കണില്ല. എന്താ ഏട്ടാ റേഷനരിയാണേ. ഒരു തളം മാറിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നല്ല ഇതാവും. എടുത്തായോ നോക്കട്ടെ. കൊലുവലിക്കനെ കടന്നോട്ടെ. അല്ലെങ്കിൽ എന്താണെന്നറിയോ കുട്ടികൾ അവര് നല്ല വെന്തടിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കില്ല. മോര് കൂട്ടി കഴിക്കാനും മീൻപുളി കൂട്ടി കഴിക്കാനൊക്കെ നല്ലതാണ്. ഒന്നും കൂടി ആവണം. ഉള്ളരി വന്നിട്ടില്ല. ഒരു പാത്രം വെള്ളം കൂടി തോനെ വെള്ളം കൂടി ഒഴിക്കും. കാരണം എന്താ കേട്ടോ, ഇനിയൊക്കെ തേങ്ങ ആകെ 5-6 തേങ്ങയാണ്. കോങ്ങാടല്ലേ പോണ്. ഞങ്ങൾ ഇവിടേക്കാ പോണ്. നിനക്ക് ചെരുപ്പാണോ? എന്തെങ്കിലും ഒരു പേര് അല്ലേ. ഒന്ന് ഇവിടുന്ന് പുറത്തേക്ക് പുറത്തിറങ്ങണല്ലേ. ഒന്ന് പറയടി അല്ലേ. സുകന്യ പറഞ്ഞിട്ട് കേൾക്കണില്ല. അപ്പൊ അവള് പറയണ് എന്താ
ഒന്ന് പറയടി ഒന്ന്. ഇപ്പൊ കൊണ്ടുപോകും ചാച്ചൻ. ചാച്ചന് സിൽവയ്ക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാലേ നമ്മളെല്ലാരും ഇവിടെ പോവാ പറഞ്ഞു കഴിഞ്ഞാൽ ചാച്ചന് പറയും. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലേ എന്താ ടി വിയിൽ വരും. അപ്പം അങ്ങോട്ട് കണ്ടാ മതി നിങ്ങള് ഇത്. ഏട്ടാ എന്നെ നോക്കണോ? ഞാനും സതിയേട്ടനല്ലേ, ഞാനും സതിയേട്ടനും ഒരേപോലെ കേട്ടോ. ഇവർ രണ്ടുപേരും വേറെ വേറെ വ്യത്യാസം. ചേരുംപടി പറയില്ലേ, അതുപോലെ ഞാൻ പറയും എന്തെങ്കിലും വെച്ചാൽ പിന്നെ ചെയ്യാറ്. സുകന്യക്കും അനിയേട്ടനും എങ്ങനെയാണെന്ന് അറിയോ, അപ്പം ചെയ്യണം. തോന്നിക്കഴിഞ്ഞാൽ വെച്ചാലേ അപ്പം അങ്ങോട്ട് ചെയ്യണം. ചെയ്തിട്ടില്ല അവർ വെച്ചാലേ ഭയങ്കര തൊഴിലക്കേടാണ് രണ്ടുപേർക്കും. അതുകൊണ്ടൊരു സമാധാനം ഉണ്ടെന്ന് അറിയോ. എന്തെങ്കിലും അനിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ എന്താ അനിയേട്ടനും കൂടി വേണ്ടതാണ് കാര്യമെന്ന് പറഞ്ഞാൽ ചപ്പ കിട്ടും. ഇല്ല പറഞ്ഞു കഴിഞ്ഞു വെച്ചല്ലേ സതിയേട്ടന് ഞാൻ എന്താ വിചാരിക്കാന്നറിയോ, ആ പൈസ ചെലവാവില്ലേ, അത് വേണ്ടല്ലോ, അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്ക് ഇന്നത്തെ കാര്യം മാത്രമേ ഉള്ളൂ, നാളത്തെ കാര്യമില്ല. അച്ചു ഓ ഇന്ന് പല്ല് ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് ഇതാണ്ടോ, ഇതിൽ നമ്മള് വെള്ളമൊന്നും വെച്ചില്ല കേട്ടോ. നല്ല പച്ചത്തേങ്ങ ആയതുകൊണ്ട് കണ്ടോ, പച്ചത്തേങ്ങ ആയതും കൊണ്ട് ഒരു പാത്രം എടുത്തിട്ട് വന്നാ എന്താ പൊന്നൂസിന് കട്ടൻ ചായയും കൂടി വേണല്ലേ. അമ്മ ചായ എങ്ങനെ പറയാ ഏട്ടാ? ഏട്ടാ സ്കൂള് പൂട്ടിയതല്ലേ ഏട്ടാ, വാഴ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. പാവം സുകന്യ പോണം പറയുന്നു. പോവാ വൈകുന്നേരത്തെ ഇവിടെ വന്നിരിക്കുന്നത് നല്ല സുഖം കേട്ടോ. ഇവിടെ വന്നിരിക്ക, ഇവിടെ ഒരാൾക്ക് കിടക്കാട്ടോ ഇതിന്റെ മുകളില്. കാറ്റ് അടിപൊളി. ഇവിടെ ഇതിന്റെ മുകളിൽ ഇരുന്നിരിക്കും. തണുപ്പ്. നാളെ നമ്മളില്ലേ പുല്ലുപായ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇവിടെ കിടക്കുക വെച്ചാലും ഒരു സമാധാനം ഉണ്ട് കേട്ടോ. കുറച്ച് നല്ല ചൂടുണ്ട് കേട്ടോ. മുകളിൽ കുറച്ച് ഒരു 10-11 മണി വരെയൊക്കെ നമുക്ക് ഇതിന്റെ മുകളിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ഒന്ന് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് കിടക്കുകയാണ് പറഞ്ഞു വെച്ചാൽ ഒരു സമാധാനമാണ്. അവിടെ നിന്ന് വരുന്ന കാറ്റും ഈ മരത്തിന്റെ ഒരു തണലും ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കിയൊക്കെ പറങ്കിമാങ്ങ നിൽക്കണ കണ്ട നിങ്ങള്? പറങ്കിമാങ്ങ കണ്ട? രണ്ടെണ്ണം കൊടുത്തേ. എന്തെങ്കിലും ഒരു ആവശ്യത്തിനുണ്ടായിരിക്കും. ശരിയോ? ഇവിടെയാണ് ഇപ്പൊ ഉള്ളത്. നല്ല പഴട്ടോ, വീണു. ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേണ്ട ചുട്ടി. സുകന്യേ പറങ്കി മാങ്ങ വേണോ കുട്ടി? പറങ്കി മാങ്ങ വേണോ? വേഗം വേഗം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെറസിന്റെ മുകളിൽ ഇരുന്നിട്ട് കുട്ടികളുടെ ഡാൻസും പാട്ടൊക്കെ ചെയ്യാം. ഇവിടേക്ക് ഇങ്ങനെ ഇരുന്നിട്ടില്ലേ പാട്ടൊക്കെ പാടി എന്തെങ്കിലുമൊക്കെ കടിയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ തിന്ന് ആരും കാണില്ലാന്നല്ലേ. വേണ്ട, അതായിട്ടില്ല. അപ്പം നിങ്ങളൊക്കെ ഇപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ ഇതേപോലെ ടെറസിൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കലും എല്ലാവരും പാടെ. അമ്മു വരയ്ക്കുകയാണ് കേട്ടോ, ചിത്രം വരയ്ക്കുകയാണ്. അമ്മൂനല്ലേ വെറുതെ ഇങ്ങനെ പറയാ അധികം സംസാരിക്കും. അമ്മൂന് പെയിൻറ് സാധനങ്ങൾ വേണം കേട്ടോ. അപ്പം അമ്മു ഇരുന്ന് വരയ്ക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് നല്ല രസമുണ്ട് കാണാൻ. മലയും കാര്യങ്ങളൊക്കെ മല എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ട് അല്ലേ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അമ്മു വരയ്ക്കണത്. അവൾക്ക് എന്താ ഈ കുറേ നേരം ടി വി കണ്ടിരിക്കുക അങ്ങനെയൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഓരോ മൂലയിൽ പോയിട്ട് അവളുടെ ഓരോ കലാവാസനകൾ. നമ്മുടെ അച്ചുട്ടിയാണ് നമ്മുടെ പിന്നാലെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സങ്കടം വരിക. കാരണം അമ്മു വരുന്ന ഒരു സമയത്ത് നമ്മുടെ ഇതേപോലെ ചുറ്റിപ്പറ്റി നടന്നിരുന്നത്. ഇപ്പം അമ്മു മെല്ലെ അവളുടെ ഒരു പക്വത വന്ന് മാറിപ്പോകാൻ തുടങ്ങിയില്ലേട്ടാ. ഇനി അച്ചു കുറച്ച് കഴിയുമ്പോൾ അച്ചുവിൻ്റെയും ഓരോരോ കാര്യങ്ങളാവുമ്പോൾ അച്ചും പക്വത വന്ന്. അപ്പം എന്താ അമ്മൂനെ പൂശാത്ത്? അവളിപ്പോൾ പറഞ്ഞിട്ടല്ലേ, അവള് പോയില്ലേ. ഇനിയിപ്പോൾ അടുത്ത ആൾ അങ്ങനെയാണ് പറയുമ്പോൾ അവളെ പൂശാലോ, ഉറപ്പൊളിക്കുക തന്നെ. അപ്പോൾ
നമ്മളില്ലേ എന്താ അച്ഛൻ എന്തിനാ പുറപ്പെട്ട് നിൽക്കണമെന്നറിയോ? ഉമ്മനേരി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അമ്മൂന് കുറച്ച് പെയിൻറ്റും പിന്നെ നമുക്ക് വീട്ടിൽ നമ്മുടെ അടിച്ചുകോരി ഇല്ലേ, അടിച്ചുകോരി ഇല്ലേ, അടിച്ചുകോരി എന്താ കാണാനില്ല ഇവിടുത്തെ അടിച്ചുകോരി കേട്ടോ. ഇപ്പോൾ ഉള്ളടിക്കണമെങ്കിൽ അടിച്ചുകോരി കഴിയുമ്പോഴേക്കും സുകന്യയുടെ അവിടേക്ക് ഓടണം, തറവാട്ടിക്ക് ഓടണം. അപ്പം 2 വീട്ടിലേക്ക് ഓരോ അടിച്ചുകോരി വാങ്ങണം വിചാരിച്ച് കുറേ ദിവസമായി. അപ്പം ഇന്ന് എന്തായാലും വാങ്ങി വെച്ചതാ, നോക്കണ്ട കളഞ്ഞിറക്കുക. മുളകും മല്ലിയും ഇതാ കണ്ടോ, മുളകും മല്ലി ഉണക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നാളെ കൊണ്ടുപോയി പൊടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് ഒരിടത്ത് വെച്ചു കേട്ടോ. സത്യം പറയാച്ചല്ലേ ഇതിൻ്റെ മുകളിൽ വന്നിരിക്കുമ്പോൾ എന്തൊരു സമാധാനം. ഇനി നമുക്ക് ഇവിടെ കണ്ടോ, അപ്പോൾ ഇവിടെ ടാങ്ക് വെച്ചിട്ടില്ലേ, ഇതേപോലെ തന്നെ ഒരു ടാങ്കിൻ്റെ സ്റ്റാൻഡ് ഇതേ വലുപ്പത്തിൽ ഒന്നും കൂടി നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ക്ഷാമം തീരാൻ വേണ്ടിയിട്ടേ. അടിക്കുമ്പോൾ 2ക്കും കൂടി ആവുമല്ലോ അല്ലേ. അപ്പം അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. ഇത് ഈ പൈപ്പൊക്കെ നമ്മൾ ആദ്യം ഇവിടെ പാരപ്പറ്റി കെട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ഈ പൈപ്പിനൊക്കെ വില കൂടുന്നതിന് മുമ്പ് വാങ്ങിയിരുന്നതാണ് കേട്ടോ ഈ. പക്ഷെ പിന്നെ എന്താണെന്നറിയോ, ഇത് അനിയേട്ടൻ ചെയ്തിരിക്കണം എങ്ങനെയാണെന്നറിയോ, ഇനി നമുക്ക് മോളിക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് പറഞ്ഞു വെച്ചാൽ, എല്ലാവരും പാരപ്പറ്റി തട്ടുകയല്ലേ ചെയ്യുക. പാരപ്പറ്റി തട്ടുമ്പോൾ അത്രയും കല്ലുകൾ പോവും. എന്താ ഈ തേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ പോവില്ലേ അളവിന്. ഇനി നമുക്ക് മോളിക്ക് എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു 6 വരി ചെയ്ത് കഴിഞ്ഞാൽ മോളിക്കുള്ള ലെവലെത്തൂല്ലേ, അത്രേ വേണ്ടുള്ളൂ കേട്ടോ. അതാണ് പറയുന്നത്. ഇത് തട്ടിക്കളയണ്ടല്ലോ. മറ്റേത് നമ്മൾ എന്താ വിചാരിച്ചെന്നറിയോ, കമ്പി വെക്കുകയാണ് പറഞ്ഞു വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഏട്ടൻ പറഞ്ഞു ആ പൈസ വെറുതെ പോവില്ലേ. ഇതെന്തായാലും പാരപ്പറ്റ് കെട്ടണമെങ്കിൽ ഒരു 10-40,000 ഉറുപ്പികയില്ലാണ്ട് പാരപ്പറ്റ് കെട്ടില്ല, ഇത് കെട്ടാൻ പറ്റില്ല. അപ്പോൾ എന്താ ഇതാണ് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഉപകാരമാവും. ഇനി ഭാവിയിൽ നമ്മൾ മോളിക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം വരിക വെച്ചാൽ ഇതിൻ്റെ മോളിൽ കൂടെ അങ്ങോട്ട് സിമെൻറ്റ് കട്ട വെച്ചാൽ മതിയല്ലോ. ഈ വെയിലൊന്നും കൊള്ളണ്ട ഇനിയേട്ടാ ഞങ്ങൾ. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണേ. മാവേലിയിൽ സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞത് കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു. നമ്മുടെ ഇവിടുത്തെ മാവേലിയിൽ അധികം സാധനങ്ങൾ ഇല്ല കേട്ടോ. ഇനി തിങ്കളാഴ്ച നാളെ പോയി നോക്കി വെക്കണം ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ പോകുമ്പോഴാണ് പറഞ്ഞാൽ കുറേ കടലയും വെള്ളപ്പയറും മുതിരിയും ഒക്കെ വാങ്ങി വെക്കാമല്ലോ. പിന്നെ മുളകും മല്ലിയും 3 കിലോ വാങ്ങി പൊടിപ്പിച്ചൂടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. നമുക്ക് 1.5 കിലോ മതി കേട്ടോ. കുറേ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂത്ത് പോയി കഴിഞ്ഞാൽ അതൊരു നഷ്ടമല്ലേ. അപ്പം അത് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്തേക്ക് എന്തായിട്ടാ ലൈറ്റ് വെക്കാൻ, ഈ സൈഡിൽ മാത്രം എന്താ ലൈറ്റ് വെച്ച്. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ വരാം. എൻ്റെ അച്ചുട്ടിയുടെ ഡാൻസ് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ. അച്ചുട്ടിയുടെ അച്ഛനും പാടെ ഡാൻസ് കളിക്കണം പറഞ്ഞിട്ട് വേണം ആയിക്കോട്ടെ. അപ്പോൾ നാളെ നല്ല വിശേഷമായിട്ട് നാളെ കാണാം.